പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി.ജെ.പി. നശിപ്പിച്ച തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. സ്റ്റേഡിയത്തോടുള്ള നഗരസഭയുടെ അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ തിരുവല്ല ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടു. എങ്കിലും പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് സ്ഥാപിച്ച തൂണുകൾ പോലും സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല. നഗരസഭയുടെ പ്രവേശന കവാടം, നഗരസഭയുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ പൊളിച്ചിട്ടാണ് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഡിയം ആകെ പന്തൽ നാട്ടി കുഴികൾ ഇതുവരെ അടച്ചിട്ടില്ല. ഈ ഗ്രൗണ്ടിൽ വീഴുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന ഡ്രെയിനേജ് മുഴുവൻ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. തിരുവല്ല നഗരസഭയുടെ കീഴിലുള്ള പബ്ലിക് സ്റ്റേഡിയം പണ്ടേ ദുർബലമായ അവസ്ഥയിലാണ്, വളരെ മോശം അവസ്ഥയിലാണ്. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഉടമസ്ഥാവകാശമുള്ള നഗരസഭയും പരിപാടി നടത്തിയ ബി.ജെ.പിയും സ്റ്റേഡിയം പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചില്ല. പക്ഷേ യാതൊരു വിധമായ സമീപനം നഗരസഭയും എടുക്കുന്നില്ല. ഈ സ്ഥിതിയിലേക്ക് ഇതുകൊണ്ട് എത്തിച്ച ബി.ജെ.പിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി കോടിക്കണക്കിന് രൂപ പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ഭാഗമായി ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഈ സ്റ്റേഡിയം നവീകരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം മാത്രമാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേഡിയത്തെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു സമീപനവും എടുത്തിട്ടില്ല. ഡിവൈഎഫ്ഐ തിരുവല്ല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ R. സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സംഗമത്തിൽ നൂറുകണക്കിന് യുവാക്കളും പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.